ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരീഷ സഹി കെട്ടിട്ട് നീതുവിനെ അവിടെ നിന്ന് ഓടിച്ചു വിടും. ഇനി എന്നെ കാണാൻ പോലും നീ വന്നേക്കരുതെന്ന്. അപ്പോൾ അതിന് ശരിക്കും ഫീൽ ചെയ്തു. ശരിക്കും പോയാൽ ഞാൻ ഇനി വരികയില്ല എന്ന് പറയും. എൻ്റെ പൊന്നെ നന്നായി ആ വഴി പോകാൻ പറഞ്ഞിങ്ങനെ ഹരീഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അപ്പോൾ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചെല്ലാം ചോദിച്ചപ്പം അതെ, ഇങ്ങനെ എപ്പോഴും ചെവിട്ടിൽ കിരികിരിന്ന് ഉണ്ടാക്കുന്നൊരു മൂട്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഹരീഷ്. ഇറങ്ങി പോകാൻ നോക്കടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഹരീഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എന്നോട് എല്ലാവരും പറഞ്ഞതാ നിൻ്റെ പിന്നാലെ വരരുതെന്ന്, എന്നിട്ട് ഞാൻ കേട്ടില്ല. പട്ടി പിന്നാലെ വരുന്നത് പോലെ ഞാൻ വന്നു. എന്നിട്ടിപ്പോൾ സ്പാനർ എടുത്തുകൊണ്ട് വന്നേക്കുന്നു. വെറും ടൂള്. ഇനി ഞാൻ വരികയില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നീതു അങ്ങ് പോയി. ഈ സമയത്ത് ഹരീഷിന് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചന്തുവൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. വേഗം പണിയെടുക്കടോ അല്ലെങ്കിൽ നമുക്കും കിട്ടുമെന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്ന് പണിയെടുക്കുന്നു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവിടെ ജോലിക്കാർക്കെല്ലാം ഫുഡുമായിട്ട് ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരിക. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ തെരുതരാന്ന് സംസാരം, അതും ഹിന്ദിയിൽ. സുഭാഷിന് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കും കേട്ടോ. സുഭാഷിന് വേണ്ടുന്നതും ഒക്കെ എടുത്തു കൊടുക്കുക. അപ്പോഴേക്കും പിന്നെ മലയാളത്തിൽ അത് സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. കുറച്ച് റ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ റാ എന്നും പറഞ്ഞ് നമ്മുടെ സുഭാഷ് അതിനെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ എടുത്തു, ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവർക്കും. കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ സുഭാഷ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുമായിരുന്നല്ലോ. സുഭാഷ് ചോദിച്ചു, ഇന്നെന്തിനാ എനിക്ക് കൊണ്ടുവന്നേ? എനിക്ക് വേണ്ടായിരുന്നല്ലോ. അപ്പോൾ രണ്ടും ആൾക്ക് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബിരിയാണിയാ, ചാന്ദിനി കഴിച്ചോളാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബിരിയാണി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ വന്ന പെങ്കൊച്ച് ഹിന്ദി കൂട്ടി മലയാളം പറയുമ്പം അത് ശരിക്കും തർജ്ജിമയാക്കി മലയാളമാക്കി നമ്മുടെ സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സുഭാഷിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സമയത്ത് ഫുഡ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് സുഭാഷാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫുഡ് കൊണ്ട് കൊടുത്തതിന് നമ്മുടെ സുഭാഷ് താങ്ക്സ് പറഞ്ഞു. അപ്പോൾ താങ്ക്സ് ഹിന്ദിയിൽ പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ കൂടെയുള്ള ആളോട് ചോദിക്കുക സുഭാഷ്. അപ്പോൾ ആൾ പറഞ്ഞും കൊടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ബഹുത്ത് അച്ചാഹേ എന്നും പറഞ്ഞാൽ പെൺകുട്ടി ഭയങ്കര ഇതായിട്ട് പറയാം. മലയാളികളും അച്ചാഹേ എന്നൊക്കെ പെൺകൊച്ചു വരുന്ന് പറയും കേട്ടോ. അതെടുത്ത് കഴിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുഭാഷ് എല്ലാവരുടെ മുന്നിൽ നിന്ന് എല്ലാവരെയും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയായി. നമ്മുടെ നിധി ഇങ്ങനെ ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് പോകുന്ന പോക്കിൽ നമ്മുടെ നികേഷ് അവിടെ കിടക്കുന്നത് കണ്ടു. നികേഷ് പനിച്ച് വിറയ്ക്കുക, കിടന്ന് കിലികിലാന്ന് വിറയ്ക്കുക കേട്ടോ, ഭയങ്കരമായിട്ട് പനി. അപ്പോൾ നിധി ഓടി നികേഷിൻ്റെ അടുത്തേക്ക് വന്നു. തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂട്. അയ്യോ നല്ല ചൂടുണ്ടല്ലോ. നികേഷേ കണ്ണ് തുറക്ക് നികേഷേ എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ വിളിച്ചു. നികേഷ് കണ്ണ് തുറക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നിധി ഓടി അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ നിന്ന് ടാബ്ലറ്റ് എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ ടാബ്ലറ്റ് ഇല്ല. പിന്നെ നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. നമ്മുടെ ചെക്കൻ കസറുന്നുണ്ട്, ഇതാ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. സഞ്ജുമോനെ അവൻ കേരളത്തിന് എന്താ ഒരു കളി, കേരളത്തിന് കിട്ടിയ ഭാഗ്യം അവൻ. സിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിച്ചു നിധി. എന്താ മോളെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഗുളിക വേണമെന്ന് പറഞ്ഞു. എന്ത് ഗുളിക? പനിക്കുള്ളത്. അപ്പോൾ അതിന് ആർക്കാ പനി? അപ്പം നികേഷിന് പനിയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഗുളികയുടെ പേര് എഴുതി തരണമെന്ന് ചോദിച്ചു. അപ്പോൾ എത്ര എണ്ണം വേണം? അപ്പോൾ ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ആ ഹെൽത്തിൽ കൊണ്ടുപോയി കാണിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. ഇക്കാലത്ത് പനിയെ നമുക്ക് വിശ്വസിച്ച് വിടാമെന്നും പറഞ്ഞു. എന്നാൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഗുളിക മേടിക്കാൻ പോകാനിറങ്ങാം. മോളെ നിൻ്റെ ഈ കാശുണ്ടെങ്കിൽ ബാങ്കിൽ പോയി നിൻ്റെ അക്കൗണ്ടിലിട്, ഇതിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഈ നിധി അബദ്ധത്തിൽ പൈസ വല്ലതും വേണമെന്ന് ചോദിച്ചു പോയി. അപ്പോൾ മനസ്സിലായോ? പറഞ്ഞു ചിരിയും ചിരിച്ച് അച്ഛൻ അങ്ങ് പോയി. ഒരു പാട്ടൊക്കെ പാടി അച്ഛനങ്ങ് പോണു. അപ്പോഴത്തേക്ക് നിധി ഓടി വന്നു നികേഷിനെ വെള്ളമൊക്കെ നനച്ചിടാൻ നെറ്റിയിൽ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോഴേക്കും അച്ഛൻ പോയിട്ട് തിരിച്ചു വന്നു മരുന്നുമായിട്ട്. അപ്പോൾ നിധി അവിടെ തുണിയൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ മരുന്ന് കൊണ്ടു കൊടുത്തപ്പോൾ നിധി ഒന്ന് ചിരിച്ചു. അപ്പോൾ വാത്സല്യം കൊണ്ട് വാങ്ങിച്ചതൊന്നുമല്ല, കടയിൽ ചില്ലറയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങിയതാണെന്നും പറഞ്ഞ് മകന് കുറച്ച് പലഹാരവും മേടിച്ചുകൊണ്ടാണ് വന്നത്. ഈ പനി വന്നാൽ ഉടനെ ഗുളിക കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല കേട്ടോ എന്ന് അച്ഛൻ നിധിയോട് പറയുക. ശരീരത്തിന് രോഗം വരുമ്പം അത് പ്രതിരോധിക്കാനാണ് പനി വരുന്നത്, അത് തനിയങ്ങ് മാറുകയാണ് വേണ്ടത്. ഞാനൊക്കെ ഗുളിക കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായെന്ന് അറിയാം. അപ്പോൾ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഗുളിക കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ഹെൽത്തിൽ കൊണ്ടുപോകണം, ഇപ്പോഴത്തെ പനി വിശ്വസിച്ചുകൂടാ എന്നൊക്കെയല്ലേ പറഞ്ഞത്. അത് പിന്നെ മാപ്പിളകൾക്ക് സൃഷ്ടിക്കുന്ന പൊതു ഇത് അനുസരിച്ച് നമ്മൾ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോകണമല്ലേ നമ്മളെ. സത്യത്തിലേ
ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ശരീരം തന്നെ അങ്ങ് റിപ്പയർ ചെയ്യുന്നതാണ് പതിവ്. ഈ ഗുളിക കൊടുക്കുന്നത് ശരിക്കും ശരീരത്തിന് കേടാക്കുന്നത് പോലെയാണെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയണു. അത് ശരിയായ കാര്യമല്ല. നമ്മുടെ ശരീരം അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഓ, ശരീരത്തിനോട് ഇത്രയേറെ സ്നേഹം ഉണ്ടോ എന്ന് നിധി ചോദിച്ചപ്പോൾ പിന്നെ കുറച്ച് വണ്ണം ഉണ്ടെന്നേ ഉള്ളൂ, ഹെൽത്തൊക്കെ ഓക്കെ ആണെന്ന് പറയും. അതുകൊണ്ടാണ് ദിവസം കുടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നോ 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 അതേപ്പറ്റി നീ വിട്. ഡോണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഒള്ളിപ്പനി ഓക്കെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അച്ഛൻ ഇവനെ പോലെ ആയിരുന്നു. ഇവൻ്റെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരുമായിരുന്നു. അവളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ചുരുങ്ങിയത് 6 ദിവസമെങ്കിലും എടുക്കും. ഐ മീൻ ലോറിയിലേ. ആ 6 ദിവസത്തിൽ 4 ദിവസവും അവൾക്ക് പനി തന്നെയായിരുന്നു എന്നും കിടപ്പോട് കിടപ്പായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നിധി ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുക. നീ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് മരുന്ന് കൊടുക്കുക, പനി മാറട്ടെ, ഗുളികയൊക്കെ ഞാൻ കൊടുത്തോളാം. അല്ല, അവരെവിടുന്നാണ് കൊണ്ടുവന്നതെന്ന് നിധി ചോദിച്ചു. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറി. പറഞ്ഞാൽ അബദ്ധമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം എന്താ, അവരെവിടെയായിരുന്നു ഉണ്ടായിരുന്നു, അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നു. എന്തേ? അല്ല, അവരായിട്ട് എങ്ങനെയാ പരിചയമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് പറഞ്ഞപ്പം അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാൻ മോനെ? ശരി, അവരുടെ പേരെന്താന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഷോഫിൻ്റെ പൊന്നോ എന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ നിൽക്കാം. ഇവിടുന്ന് പോയെന്ന് മനസ്സിലായി. എങ്ങോട്ട് പോയി, എവിടെയുണ്ട് ഇപ്പോൾ, അത് വല്ലതും അച്ഛൻ അറിയോ എന്നൊക്കെ നിധി ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അച്ഛൻ്റെ കഥയൊക്കെ നിധി ചുരണ്ടി എടുക്കുവാണ്. പറ അച്ഛാ, അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയോ? നിനക്ക് കഥ കേൾക്കാൻ വലിയ ഇഷ്ടമല്ലേ? അതല്ല അച്ഛാ, ഒരു കാര്യം അറിഞ്ഞാൽ അതിന് ബാക്കി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവില്ലേ, അതാന്ന് പറഞ്ഞു. പ്ലീസ് അച്ഛാ, അവരെവിടെ ഉണ്ടെന്നെങ്കിലും പറഞ്ഞൂടെയെന്ന് ചോദിച്ചപ്പോൾ സൗകര്യമില്ല. ഗുളിക വാങ്ങിത്തരാൻ പറഞ്ഞു, വാങ്ങി തന്നു, വേറെ ഒന്നും ചോദിക്കേണ്ട, പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അച്ഛൻ ആൾക്ക് എന്ത് പറ്റുന്ന അച്ഛൻ തന്നെ എന്നോട് പറയും, നോക്കിക്കോളാം നിധി പറയാം, അത് പറയിപ്പിക്കാതെ ഞാൻ വിടത്തുമില്ല, നോക്കിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ നിധി അകത്തേക്ക് കയറിപ്പോയപ്പോൾ ശരി എന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ നിൽക്കുക. എന്നെ കൊണ്ട് പറയിപ്പിക്കോ എന്നും പറഞ്ഞൊരു കൺഫ്യൂഷൻ അച്ഛന്. എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് വീഡിയോ വലിച്ച് അങ്ങ് പോയി. എന്തേലും ആട്ടെ എന്നും പറഞ്ഞ് അങ്ങ് അദ്ദേഹം കയറിപ്പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നികേഷ് പനിയൊക്കെ വിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഗുളിക കഴിച്ചതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞു നിധിയോട്. ഞാൻ കോഫി ഇട്ടിട്ടുണ്ട്, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു നിധി. അപ്പോൾ ശരിയെന്ന് നികേഷും പറഞ്ഞു. അങ്ങനെ നികേഷ് അവിടെ ഇരിക്കുന്നു, നിധി കോഫി ആയിട്ട് വന്നു. അപ്പോഴേക്കും നീതു വീട്ടിലേക്ക് കയറി വന്ന് ഡോറയിൽ ഇങ്ങനെ പതുക്കെ മുട്ടി. അപ്പോൾ അത് ഇവർ രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കയറി വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും തന്നെ ഇവട്ടെ എന്ന് പറഞ്ഞ് നികേഷ് ഇങ്ങനെ ഇരിക്കുക. ഹരീഷ് ഇല്ലല്ലോ അല്ലേ, അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ നീതു അകത്തേക്ക് കയറി വന്നു, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ മനസ്സിലായാലോ അല്ലേ എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ അതങ്ങനെ ചോദിക്കുന്നേ, നീതു വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് നിധി പറഞ്ഞു. അതെ, ഞാൻ കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിധി കോഫി എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് നമ്മുടെ നികേഷ് ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നീതുവിൻ്റെ അടുത്ത് നിൽക്കാം. നിൻ്റെ മുഖം എന്താ നികേഷ് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ, സുഖമില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ചെറിയൊരു പനി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ് നീതു അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് നിധി ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. നീതുവിന് കൊടുക്കുക. ഏട്ടത്തിക്ക് എങ്ങനെ സുഖമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ സുഖമായിരിക്കാമെന്നു നിധി പറഞ്ഞു. നീതുവിന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഓക്കെ. അപ്പോൾ എന്തു പറ്റി, ഹരീഷ് ഏട്ടനായിട്ട് പിന്നെ ഉടക്കിയോ? എന്താ, അവനായിട്ട് അടി ഉണ്ടാക്കിയാലും ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എന്നാണോ? അല്ല, അതിനാണല്ലോ ആദ്യം വന്നത്, അതുകൊണ്ട് ചോദിച്ചു പോയതാണെന്ന് നമ്മുടെ നികേഷ് പറഞ്ഞപ്പം നീതുവിന് ഭയങ്കര സങ്കടം. ഇപ്പം എന്താ നീതു പ്രശ്നം? ഏട്ടത്തി, നിങ്ങൾ നാട്ടിൽ പോയ സമയത്തെ ഹരീഷേട്ടൻ 24 മണിക്കൂറും ഫോണിലായിരുന്നു. ഹരീഷേട്ടൻ അവസാനം പ്രേമത്തിൽ ഇവള് കുരുക്കിയെന്ന് പറയാം. അപ്പം നികേഷ് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു നിധി. അപ്പം അത് ശരി, അപ്പം ഞങ്ങൾ സംസാരിക്കുന്ന നീയാണ് കണ്ണു വെച്ചതല്ലേ എന്ന് ചോദിച്ചു. ആയിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച നന്നായി സംസാരിച്ചിട്ട് നൈസായി ഗോസ്റ്റ് ചെയ്ത് വിടുമെന്ന് ചോദിച്ചു. ഗോസ്റ്റോ? അപ്പം പിന്നെ നമ്മളെന്താ വിചാരിക്കുക? ഫോൺ വിളിച്ചാലും എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ ഒന്നും തരില്ലല്ലോ. അല്ല, എന്താ ഉണ്ടായെന്ന് നിധി ചോദിച്ചു. അപ്പോൾ അറിയില്ല ഏട്ടത്തി, ദിവസം ഉറങ്ങുന്നതിന് മുൻപ് എന്നോട് സംസാരിക്കാറുള്ള 2 ദിവസം മുന്നേ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തു എന്ന കാര്യം നീതു പറഞ്ഞു. ഞാൻ വീണ്ടും വിളിച്ചു, പെട്ടെന്ന് കണ്ണ് പൊട്ടുന്ന ചീത്ത പറഞ്ഞു ഫോൺ ഓഫ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഫോൺ ഓൺ ചെയ്തത് പോലും ഇല്ല. ഇന്നലെ കടയിലും ചെന്നിട്ടില്ല. ഇന്ന് പോയി നോക്കിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്ന് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്താ ഫോൺ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ കണ്ണ് പൊട്ടുന്ന ചീത്തയായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നികേഷിന് ചിരി വന്നു. 2 ദിവസം വിളിക്കാതിരുന്നപ്പോൾ ഞാൻ എത്രമാത്രം ടെൻഷനായെന്ന് അറിയാവോ എന്നൊക്കെ നീതു പറയാം. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞെന്നും പറഞ്ഞു. അപ്പം ഇതൊന്നും നീതുവിന് അറിയില്ലല്ലോ നടന്ന സംഭവങ്ങളൊന്നും. അങ്ങനെയൊക്കെ പെരുമാറുവാനും മാത്രം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പം അത് ശരി. അപ്പം മിനിഞ്ഞാന്ന് രാത്രി ഹരീഷന് ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞപ്പം നീ ആയിരുന്നല്ലേ കൊള്ള് അമ്പട്ടി എന്ന് പറഞ്ഞ നമ്മുടെ നികേഷ് നിൽക്കണേ പറഞ്ഞോണ്ട് നീതു ഇങ്ങനെ ഇരിക്കുക. ഏട്ടത്തി, ഞങ്ങളന്ന് സുധീഷേട്ടനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നില്ലേ, രാത്രി മുഴുവൻ ഫോൺ. അവസാനം ഹരീഷേട്ടൻ ആരോടോ പൊട്ടിത്തെറിച്ച് ഫോൺ വലിച്ചെറിഞ്ഞ്. അപ്പോൾ
പിന്നിലുണ്ടായിരുന്ന ആൾ ഇവളായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. തക്കളിക്ക് പോയെന്നോ? എന്തിന്? അപ്പോഴേക്കും നമ്മുടെ നിധി വിവരങ്ങളൊക്കെ നീതുവിനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നീതുവിന് ഭയങ്കര വിഷമമായിട്ടോ. ഷിറ്റ്, ആ സമയത്ത് ഫോൺ വിളിച്ചാൽ ആരായാലും അങ്ങനെ കട്ട് ചെയ്യും, ശരിയല്ലേ എന്ന് നിധി ചോദിച്ചു. അപ്പോൾ അത് ശരിയാ, തെറ്റുപറ്റിയത് എനിക്ക് തന്നെയാണെന്നും തുടർച്ചയായി ഫോൺ കട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു. അപ്പോൾ പകരം നീ എന്താ വിചാരിച്ചെന്ന് ചോദിച്ചു നികേഷ്. അതുപിന്നെ എന്നോട് പറയാതെ ഹരീഷ് പുറത്ത് എവിടെയൊക്കെ ഇറങ്ങി നടക്കുകയാണെന്ന്. ബെസ്റ്റ്, നിങ്ങളൊക്കെ എന്തിനാ അപ്പോഴത്തേക്കും അങ്ങനെ ആലോചിക്കുന്നത്? അപ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, സോറി. അതെന്തായാലും സാരമില്ല നീതു, ഹരീഷിൻ്റെ ക്യാരക്ടർ അത് നിനക്ക് അറിയാവുന്നതല്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും അവൻ ആരോടും അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവെ അവൻ അങ്ങനെ ആരോടും സംസാരിക്കാത്ത ഒരാളാണ്. ആ ആളോടാ മൊബൈലിൽ സംസാരിക്കാൻ പോയത്. കൊള്ളാം. അങ്ങനത്തെ ഒരാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടെന്ന് ചിന്തിച്ചുകൂടെയെന്ന് ചോദിച്ചു നികേഷ്. ശരിയാ, പക്ഷേ 2 ദിവസം എന്നോട് സംസാരിക്കാതെ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. ആ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ ഓവറായി സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ ഓക്കെ ആണെന്ന് നീ ഇത് പറയാം. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീതു ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നു. ആ സമയത്ത് പിന്നൊരു കാര്യം, അതെ, ഈ കോഫി പൗഡർ ഒരിത്തിരി കൂടുതലാട്ടോ, അതിന് വല്ലാത്തൊരു കനപ്പുണ്ട് കേട്ടോ എന്ന് നീതു. അപ്പം സബാഷ്, ഇതവിടെ നിന്ന് വെച്ചേക്ക് നികേഷ് എന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്തു. അതവിടെ അങ്ങ് വെച്ചു. ഞങ്ങൾ പിള്ളേരുടെ ഒരു മെയിൻ ഡ്രിങ്കാണ് കോഫി. എക്സ്പ്രസ് ചെയ്യാൻ അമേരിക്കക്കാരും ലാക്ടിയും ഫ്ലാറ്റിനും ഒക്കെ നമുക്ക് വീട്ടിലും ചെയ്യാമെന്ന് പറഞ്ഞു നീതു. വെറുതെ പഞ്ചസാരയും കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ച കാപ്പി ആവില്ല എന്നും നീതു നിധിയോട് പറയാം. അടുത്ത തവണ വരുമ്പോൾ നല്ലൊരു കോഫി ഉണ്ടാക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാട്ടോ എന്ന് നീതു പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നീതു എഴുന്നങ്ങ് പോയി. നീതു എഴുന്നങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം എന്തായാലും ഉറപ്പായി, ഇവള് ഹരീഷനെ കൊണ്ട് വിൽക്കും, അല്ല പണി വയ്ക്കും. ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതം ആവുമെന്ന് നിധി പറയുമ്പം, അപ്പോൾ ഈ സംസാരത്തിന് ഹരീഷ് സെറ്റാവുമെന്ന് എനിക്ക് തോന്നില്ല, അത് ഹരീഷ് ആലോചിച്ചോളും, നീ മിണ്ടാതിരുന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചായ ഇടാൻ പഠിപ്പിക്കുമെന്നും പറഞ്ഞ് അതിന് കൊടുത്തു വിട്ടു നിധിയുടെ കയ്യിൽ. നിധിക്ക് ആകെ വല്ലാതെ ഇതായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിധി രാത്രിയായപ്പോൾ അവിടെ നികേഷിന് കൊണ്ടുവന്ന് ചുക്ക് കാപ്പി എന്തോ കൊടുക്കുക. അപ്പോൾ കുടിക്കാൻ നികേഷിന് ഭയങ്കര ബുദ്ധിമുട്ട്. കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് നിധി കുടിപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇരിക്കുന്നു. ആ സമയത്ത് നികേഷിന് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിധി ഇങ്ങനെ നികേഷിനോട് പറയാം. അപ്പോൾ അച്ഛനാ മേടിച്ചുകൊണ്ട് വന്നതെന്ന്. അപ്പോൾ അത് കേട്ടപ്പം എന്ന് പറഞ്ഞ് നികേഷ് ഇരിക്കുന്നു. അച്ഛന് നിങ്ങളോടൊക്കെ ഇത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് നിധി പറഞ്ഞപ്പം വീണ്ടും നികേഷ് ചിരിച്ചു. നിങ്ങൾ പറയുന്നത് പോലെ അത്ര വലിയ വില്ലനാണ് അച്ഛനെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പം അത് ഏട്ടത്തി ഒരു പാവമായതുകൊണ്ടാണെന്നും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് അയാൾ കാരണമാണെന്ന് നികേഷ് പറയാം. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അച്ഛനെ പഴിച്ചിരുന്നാൽ നഷ്ടമായതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് നിധി ചോദിച്ചു. അപ്പോൾ ഏട്ടത്തി നമുക്ക് ആ വിഷയം ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഫോൺ റിങ് ചെയ്യുന്നു. നിധി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും സുഭാഷും ഹരീഷും കൂടി വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവനോട് ഇരിപ്പുണ്ടല്ലോ ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് ഓടി ചെന്നു. അവൻ്റെ അടുത്തിരുന്നു. പനി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏട്ടത്തിയൊരു ഗുളിക വന്നു, അത് കഴിച്ചു, പനി വിട്ടെന്ന് പറഞ്ഞു. നന്നായി ഏട്ടാ. അതെ, ഏട്ടത്തി ഇന്ന് മുഴുവനും എൻ്റെ കൂടെയായിരുന്നെന്നും അടുത്തിരുന്ന് ഏട്ടത്തി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴേ എനിക്ക് അമ്മയുടെ പ്രസൻസ് ഉള്ളതുപോലെ തോന്നുന്നത് എന്ന് നികേഷ് ഇങ്ങനെ അവിടെ ഇരുന്ന് സുഭാഷിനോട് പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ ഹരീഷിന് ഭയങ്കര ഇത്. അങ്ങനെ അവർ 3 പേരും കൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.